യെസ്, നമ്മളൊരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. വർക്കല സീറ്റിനെ ചൊല്ലി NDAയിൽ കലഹം. സീറ്റ് BDJS നൽകിയതിന് പിന്നാലെയാണ് BJPയിൽ പൊട്ടിത്തെറി സംഭവിക്കുന്നത്. BJP നേതാവ് ആലങ്കോട് ദാനശീലൻ BDJSനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പാർട്ടി വിടുമെന്നും പ്രാദേശിക നേതാക്കളുടെ ഭീഷണിയുണ്ട്. LDF സ്ഥാനാർത്ഥി V ജോയിയെ പരാജയപ്പെടുത്താൻ UDF സ്ഥാനാർത്ഥി വർക്കല കഹാറിന് വോട്ട് ചെയ്യാനും ആഹ്വാനം. പ്രാദേശിക നേതാക്കളുടെ ശബ്ദരേഖ ന്യൂസ് 18 ലഭിച്ചു. നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. അല്ല നോട്ടക്കിട്ടെന്ന് പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. അപ്പോൾ കഹാറിനെ ജയിപ്പിക്കണം. നമ്മളെ വോട്ടെല്ലാം കൂടെ കഹാറിന് കൊടുക്കുക. നമ്മളെ BJP താമരയിൽ ഒരു ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജോയി എങ്ങനെയെങ്കിലും വർക്കല നിയോജക മണ്ഡലത്തിൽ തോക്കണം. അപ്പോൾ കഹാറിന് ജയിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഒറ്റ ഇതേ ഉള്ളു. അല്ല നോട്ടക്കിട്ടെന്നും പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. നമ്മളത് വോട്ടിടാൻ പോവാതിരുന്നാലും ജോയി ജയിക്കും. അപ്പോൾ നമ്മളെ വോട്ട് നല്ല രീതിയിൽ ഇടുക. അത് കഹാറിനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. BDJSനെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഓക്കെ, എല്ലാവരും കൂടെ ഒറ്റ തീരുമാനം ഇതെടുത്താൽ മതി. അതുതന്നെയാണ് കൂട്ടത്തോടെ വോട്ടുകൾ വർക്കല കഹാറിന് നൽകുക എന്നതാണ് അവിടെ BJPക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും VV അരുൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുണ്, ഇപ്പോൾ BDJS BJP തർക്കം അവിടെ പ്രത്യേകിച്ച് വർക്കലയിൽ ഒരു പക്ഷേ ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ BDJS വലിയ വൈകാരികമായ ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ വോട്ടാക്കി മാറ്റാനൊന്നും BDJSന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ ഇങ്ങനൊരു പ്രതിസന്ധിയും കൂടി വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ വോട്ടുകളെല്ലാം വർക്കല കഹാറിന് നൽകുക, ജോയിയെ തോൽപ്പിക്കുക എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇതൊരു വലിയ റിഫ്റ്റിലേക്ക് നീങ്ങുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവും കൂടിയല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്. വർക്കല സീറ്റ് BJP നേതാക്കൾ ആഗ്രഹിച്ചതാണ്. അവിടെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂരിട്ടടക്കം തുടങ്ങിയിരുന്നു. പക്ഷേ അവിടെ സീറ്റ് നൽകിയത് BDJSനാണ്. അതിനെ തുടർന്നുള്ള വലിയ അതൃപ്തിയാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. BJP ഗ്രൂപ്പിൽ വന്ന പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത്. പക്ഷേ അത് അവർ പ്രധാനമായും പറയുന്നത് ആളുകൾ വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ചില ആളുകൾ അത് നോട്ടയ്ക്ക് നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നേതാവ് ഇടപെട്ടാണ് പറയുന്നത് അങ്ങനെ നോട്ടയ്ക്ക് നൽകിയിട്ട് കാര്യമില്ല. നോട്ടയ്ക്ക് നൽകിയാൽ V ജോയി വീണ്ടും ജയിക്കും. പാർട്ടി സ്ഥാനാർത്ഥിക്കോ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകണ്ട, പകരം അത് വർക്കല കഹാറിന് നൽകണം. വർക്കല കഹാറിന് നൽകുമ്പോൾ സ്വാഭാവികമായും ജോയിയെ തോൽപ്പിക്കാനാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ അവിടെ പറയുന്നത്. അതിനുമപ്പുറം അവിടെ വിമത ശല്യം BJP നേരിടേണ്ടി വരുമെന്നാണ് NDA നേരിടേണ്ടി വരുമെന്നാണ് സൂചനകളാണ് പുറത്തു വരുന്നത്. BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയായ ആലങ്കോട് ദാനശീലൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചില പോസ്റ്ററുകളും അദ്ദേഹത്തിന്റെ പേരിനകം വന്നു. രാവിലെ 11 മണിയോട് അദ്ദേഹം തീരുമാനം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കാണ്ടിരിക്കുന്നത്. നിരവധി നേതാക്കൾ നാവായിക്കുളം അടക്കമുള്ള മേഖലകളിൽ നിരവധി നേതാക്കൾ പാർട്ടി വിടാനും തയ്യാറെടുക്കുന്നു. BDJSന് വർക്കല സീറ്റ് നൽകിയതിനെ ചൊല്ലിയുള്ള വലിയ തർക്കം BJP അക്ഷരാർത്ഥ കലാപത്തിലേക്ക് മാറുകയാണ്. ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാതെ മുന്നോട്ട് പോകാനാകില്ല എന്നാണ് അതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. അതുകൊണ്ട് പ്രവർത്തകർ സഹകരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ ചർച്ചകൾ മറ്റു രീതിയിലാണ്. ഒന്നുകിൽ വിമത സ്ഥാനാർത്ഥിയായ ഇവിടെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കും, അല്ലെങ്കിൽ ആ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് നൽകി LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം, മുന്നണി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം. ഇത്തരം ചർച്ചകളാണ് വർക്കല BJPയിൽ നടക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തെ വെട്ടിനാക്കുന്ന നീക്കമായി ഇത് മാറുകയാണ്. തൊട്ടടുത്ത് ചിറയൻകീഴ് മണ്ഡലത്തിലും പ്രശ്നങ്ങളുണ്ട്. അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസിൽ മത്സരിച്ച അരൂപിനെയാണ്, UDFന് വേണ്ടി മത്സരിച്ച കോൺഗ്രസ് നേതാവ് അരൂപിനെയാണ് അവിടെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. അതിലും വലിയ പരാതികൾ നേതൃത്വത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. നിരവധി പ്രവർത്തകർ അവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് പുറത്തു നാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്? പ്രത്യേകിച്ചും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ സാമ്പത്തിക ആരോപണം അടക്കം അവിടെ ഉയർന്നു വന്നാൽ അത്രവരാണ് എന്തിനു കൊണ്ടുവരുന്ന ചോദ്യം ചിറയൻകീഴിലുമുണ്ട്. അങ്ങനെ 2 മണ്ഡലങ്ങൾ BJP A ക്ലാസ് മണ്ഡലമായി കയറുന്ന മണ്ഡലമാണ് ചിറയൻകീഴ്. വർക്കലയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ച് BJPക്ക് പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ വർക്കലയും. അതുപോലെ തന്നെ അത്തരം സ്ഥലങ്ങളിൽ BJPക്ക് ഉള്ളിലെ തർക്കങ്ങൾ വലിയ ഭീഷണിയായി മാറുകയാണ്. അല്ല അരുൺ, അത് തന്നെയാണല്ലോ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയാണല്ലോ ഈ BDJSന് ഇപ്പോൾ സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പൊട്ടിത്തെറി സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ഇത് പ്രതിരോധിക്കുക എന്നത് തന്നെയായിരിക്കും NDAയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ഇതെങ്ങനെ പ്രതിരോധിക്കാനായിരിക്കും സാധ്യത?
പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമം നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു ഘടകകക്ഷിയുടെ സീറ്റ് അപ്പുറത്തേക്ക് BJP-യിൽ ഇത്തരം വിമത സ്വരം വരുന്നവർ അംഗീകരിക്കാൻ ഇടയില്ല. നമുക്കറിയാം, രണ്ട് മുന്നണികളിലും ഇടത് മുന്നണികളിൽ പ്രശ്നങ്ങളുണ്ട്. BJP-യിലും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ചും BDJS-ന്റെ സീറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ പല ജില്ലകളിലുമുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു വിമത സ്ഥാനാർത്ഥി BJP-യുടെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ വിമതനായി വന്നാൽ അത് നേതൃത്വത്തിൽ ചെറിയ അസ്വസ്ഥതയല്ല ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരം ജില്ല പൊതുവിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ജില്ലയാണ്. നഗരമേഖലകളിലാണ് വിജയം ഉറപ്പിക്കുന്നതെങ്കിലും ഈ വർക്കലയും ചിറയൻകീഴും പോലുള്ള ആറ്റിക്കലും പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ഒന്നും പറയാനാകാത്ത സാഹചര്യം. ത്രികോണ മത്സരം ഉണ്ടായാൽ ശക്തമായ മുന്നേറ്റം നടത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP വലിയ മുന്നേറ്റം കൊടുത്ത മണ്ഡലങ്ങൾ കൂടിയാണ് വർക്കലയും ആറ്റിക്കലുമൊക്കെ. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ തർക്കമുണ്ടാവുന്ന നേതൃത്വം തീരെ ആഗ്രഹിക്കുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതൃത്വം ഇപ്പോൾ ഉള്ളത്. തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ള ശ്രമത്തിൽ തന്നെയാണ് നിൽക്കുന്നത് NDA. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ശബ്ദ സന്ദേശം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നാമത് താമര ചിഹ്നത്തിൽ ആരും മത്സരിക്കുന്നില്ല. അതുകൊണ്ട് വർക്കല കഹാറിന് വോട്ട് ചെയ്ത് വി ജോയിയെ തോൽപ്പിക്കുക എന്നതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകൾ. നമുക്ക് ആ ഓഡിയോ സന്ദേശം ഒന്നുകൂടെ കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. അല്ല നോട്ടക്കിട്ടെന്നും പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. അപ്പോൾ കഹാറിനെ ജയിപ്പിക്കണം. നമ്മളെ വോട്ടെല്ലാം കൂടെ കഹാറിന് കൊടുക്കുക. നമ്മളെ BJP താമരയിൽ ഒരു ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജോയി എങ്ങനെയെങ്കിലും വർക്കല നിയോജക മണ്ഡലത്തിൽ തോക്കണം. അപ്പോൾ കഹാറിനെ ജയിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഒറ്റ ഇതേ ഉള്ളു. അല്ല നോട്ടക്കിട്ടെന്നും പറഞ്ഞ് ജോയി തോക്കൂല, ജോയി ജയിക്കും. നമ്മളത് വോട്ടിടാൻ പോവാതിരുന്നാലും ജോയി ജയിക്കും. അപ്പോൾ നമ്മളെ വോട്ട് നല്ല രീതിയിൽ ഇടുക. അത് കഹാറിനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. BDJS-നെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഓക്കെ, എല്ലാവരും കൂടെ ഒറ്റ തീരുമാനം ഇതെടുത്താൽ മതി. BJP-യുടെ പ്രാദേശിക നേതാവിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. എന്തായാലും BDJS-നെ അംഗീകരിക്കുന്നില്ല. ഈ ഒരു തർക്കം കുറേ നാളുകളായിട്ട് ഉള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷനാണ് ഇപ്പോൾ പുറത്തു വന്നത്. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.